സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തെരുവിൽ സമരം നടത്തുകയാണിപ്പോൾ. ബിഷപ്പ് ഹൗസിന് മുന്നിലാണ് നൂറുകണക്കിന് വൈദികരുടെ സമരം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഈ ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനെ ഒരു സമരം നേരത്തെ ആസൂത്രണം ചെയ്തതാണോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ദിനമാണ്. വൈദികരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധമായ ഒരു ദിനം കൂടിയാണിത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവരെല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെ അവർക്ക് അവധി കിട്ടുന്ന ഏതാനും ചില ദിവസങ്ങളിലൊന്നാണ് ക്രിസ്മസ് ദിവസം എന്ന് പറയുന്നത്. ഈ ക്രിസ്മസ് ദിവസത്തിലാണ് നമ്മൾ ഈ കാണുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ എല്ലാവരും തന്നെ കാണുന്ന ബിഷപ്പ് ഹൗസിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. കാലങ്ങളായി ഇവർ ഈ തർക്കവുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇവരുടെ അവകാശവാദം. എന്തായാലും ഈ കാണുന്നത് പോലെ തന്നെ എല്ലാവരും ഇടവക വികാരിമാരാണ്. ഒപ്പം തന്നെ ഒരു വലിയ വിശ്വാസികളെ നയിക്കുന്ന ആളുകളാണ്. അവരാണ് ഇപ്പോൾ സമരം ചെയ്യേണ്ടി വരുന്നത്. അതും തെരുവിൽ. ക്രിസ്മസ് ദിനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധമായ ഒരു ദിനമാണ്. ആ ദിനത്തിൽ ഇത്രയധികം വൈദികർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അച്ചോ, ഈ ഒരു സമരം എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈദികർ എല്ലാവരും തന്നെ അവരുടെ സമരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അച്ചോ, എന്താണ് ഇന്നത്തെ ഒരു ക്രിസ്മസ് ദിനമാണ് ഇന്ന് ഇത്തരം ദിനത്തിലൊരു സമരത്തിലേക്ക് പോകുന്നത്? ഓഡിയോ മാത്രമേ പറഞ്ഞോളൂ, വീഡിയോ ഉണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. ഈ ക്രിസ്മസ് ദിനം ഞങ്ങളെ സംബന്ധിച്ച് ക്രൈസ്തവ ജീവിതത്തിലെ ഒരു പുരോഹിതന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ക്രിസ്തുവിനെ നെഞ്ചിലേറ്റിയ ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ ജന്മദിനം അത്രയും ഗൗരവമുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ വേദനയുടെ സാഹചര്യത്തിലൂടെയാണ് കറുത്ത ക്രിസ്മസ് ആണിത്. കറുത്ത ക്രിസ്മസ് കാരണം ക്രിസ്തു ഉയർത്തിപ്പിടിച്ച നീതിയും സത്യവും, ക്രിസ്തു എന്തിനു വേണ്ടിയാണോ ജന്മമെടുത്തത്, നമുക്കറിയാം എല്ലാ അവതാരങ്ങളും, ദൈവ അവതാരങ്ങളും ഹൈന്ദവ വിശ്വാസത്തിലും ഏത് വിശ്വാസത്തിലും അധർമ്മത്തെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സത്യത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവതരിക്കുക. ദൈവം മനുഷ്യനായി അവതരിച്ചത് അധർമ്മത്തെ ഇല്ലാതാക്കാൻ. ആ ദിവസമാണെന്ന് ഞങ്ങളുടെ നെഞ്ചിൽ ഞങ്ങൾക്ക് പൊള്ളുന്നത് ഈ സംവിധാനത്തിൽ നിലനിൽക്കുന്ന അധർമ്മമാണ്. ഇവിടെ നടക്കുന്നത് ഒരു വലിയ ക്ലാഷാണ്. ധാർമ്മിക അധികാരവും സഭാധികാരവും. ധാർമ്മിക അധികാരമില്ലാത്ത സഭാധികാരം വെറും ഉച്ഛിഷ്ടമാണ് എന്നുള്ളതാണ് സത്യം. കാരണം ഈ നിൽക്കുന്ന ബോസ്കോ പുത്തൂർ അടക്കമുള്ള ആളുകൾക്കെതിരെ നിങ്ങൾ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പക്ഷേ ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണോ നിങ്ങളുടെ വാശമാണ്? നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയാണ്. ഞങ്ങൾ സഭയുടെ പല നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളെ എങ്ങനെയൊക്കെ നിയമത്തിൻ്റെ കുടുക്കുകളിൽ പെടുത്തി പീഡിപ്പിക്കാം എന്ന ഗവേഷണം നടത്തുന്ന ആളുകളെയും ധാർമ്മികമായി യാതൊരു നിലവാരമില്ലാത്ത ആളുകളെയാണ് ഉന്നത സ്ഥാനങ്ങളിൽ വെച്ചിരിക്കുന്നത്. അവരാണ് ഞങ്ങൾക്ക് നോട്ടീസുകൾ നൽകുക. ഉദാഹരണത്തിന് ഈ രൂപതയുടെ ചാൻസലറാണ് ബിഷപ്പിൻ്റെ ഏത് ഒപ്പും ഇത് ബിഷപ്പിൻ്റെ ഒപ്പാണ് എന്ന് എൻഡോഴ്സ് ചെയ്ത് സൈൻ ചെയ്യുന്നത് ജോലി ചാൻസലറുടെയാണ്. ഈ ചാൻസലർ യഥാർത്ഥത്തിൽ ആരാണ്? 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. എന്ന് പറഞ്ഞാൽ വഞ്ചന, തട്ടിപ്പ്, കള്ളപ്പണ ഇടപാട്. ഈ കേസുകളിൽ മജിസ്ട്രേറ്റ് കോടതിയും ഹൈക്കോർട്ടും പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതും സഭ നിയമിച്ച ഇഞ്ചോടി കമ്മീഷന്റെ കീഴിൽ ജോലി ചെയ്ത KPMG റിപ്പോർട്ടിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ഒപ്പിടുന്നത്. ഇദ്ദേഹത്തിന്റെ ഒപ്പിനെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇദ്ദേഹം എഴുതുന്ന കത്തുകളിൽ വ്യാജമുണ്ടോ എന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കൽപ്പനയെ, ഇദ്ദേഹം ഇടുന്ന ഒരു പ്രസ്താവനയെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ശോചനീയമായിരിക്കണം. ഞാൻ ഈ കാര്യം ഇന്നലെ ബിഷപ്പ് ബോസ്കോയെ നേരിൽ കണ്ട് സംസാരിച്ചു. പിതാവ് പറയുന്ന കാര്യങ്ങൾക്ക് പിതാവ് ഇടുന്ന ഓർഡറുകൾ എൻഡോഴ്സ് ചെയ്ത് ഒപ്പിടുന്നത് ഒരു കള്ളനാണ്, ഒരു കൊള്ളക്കാരനാണ് എന്ന് പിതാവ് ആലോചിച്ച് നോക്കൂ. ആ കൽപ്പനയ്ക്ക്, ആ ഓർഡറിന് എന്ത് വിലയാണുള്ളത്? എങ്ങനെ സ്വീകരിക്കും? ഈ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ പിതാവിന് ഒരു മറുപടി ഉണ്ടായില്ല. അത് തന്നെയാണ് ലക്ഷ്മി. എന്തായാലും ആ സഭാ ആസ്ഥാനത്തിരിക്കുന്ന ആളുകൾ കള്ളന്മാരും കൊള്ളക്കാരുമാണെന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ നിരവധി അച്ഛന്മാർ, നൂറുകണക്കിന് അച്ഛന്മാർ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അതിൻ്റെ പരമോന്നതമായ ഒരു ദിനം കൂടിയാണ് ഇന്ന്. ക്രിസ്തു ജനിച്ച ദിനം, ക്രിസ്മസ് ദിനം. ഈ ക്രിസ്മസ് ദിനത്തിൽ ഇത്രയധികം വൈദികർ
വൈദികർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി വളരെ വിലപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇന്നേ ദിനം സമരം നടത്തുക എന്നുള്ളവർ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കാണുന്ന വൈദികർ എല്ലാവരും തന്നെ തങ്ങളുടെ വലിയ രീതിയിലുള്ള വിശ്വാസി സമൂഹമുള്ള ഇത്രയധികം വൈദികർ, ആ വൈദികരെല്ലാവരും തന്നെ ആലപ്പുഴ മുതൽ ചാലക്കുടി വരെയുള്ള വൈദികർ അവരെല്ലാവരും തന്നെ ഇന്ന് ഈ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ സമരം എന്തായാലും കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബോസ്കോ പുത്തൂർ അടക്കമുള്ള ആളുകൾക്കെതിരെ കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ വരെ ഇല്ലാത്ത രീതിയിൽ പുരോഹിതരെല്ലാവരും തന്നെ സമരവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതി കൂടിയാണ് ഇപ്പോഴുള്ളത്. ലക്ഷ്മി, സഹിൻ, കുറച്ചു കാലത്തേക്കെങ്കിലും സമരം ഒന്ന് അവസാനിച്ചിരുന്നതല്ലേ? സമവായ ചർച്ചകൾ ഇടയ്ക്ക് നടന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് വൈദികർ നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം അത് എങ്ങനെയാണ് അവിടെ ഉടലെടുത്തത്? നേരത്തെ ഇത് സംബന്ധിച്ച ഒരു സൂചനകളും ഉണ്ടായിരുന്നില്ലേ? ലക്ഷ്മി, അത്തരത്തിലുള്ള ഒരു സൂചനകൾ തന്നെ നൽകിയിരുന്നില്ല. മാത്രമല്ല, ഇവരെ വൈദികരെല്ലാവരും തന്നെ പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വൈദികരെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വൈദികർക്കെതിരെ പണിഷ്മെന്റ്, ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടികൾ ഉണ്ടാകുന്നു. ഈ നടപടികൾ ഇനിയും കയ്യും കെട്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഇവർക്ക് വ്യക്തമായി. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമരവുമായി വൈദികർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നട്ടുച്ച വെയിലാണ്. നട്ടുച്ച വെയിലത്ത് ബിഷപ്പ് ഹൗസിന് മുന്നിൽ വൈദികർ സമരം ചെയ്യുന്നു. ഒരുപക്ഷെ നിരവധി ഇടവകകളിൽ നിന്നുള്ള വൈദികർ എല്ലാവരും തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ സമരം അതാണ് ചില ആളുകൾക്കൊക്കെ സംസാരിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. എന്തായാലും ഇവർ ഈ പറയുന്നത് പോലെ തന്നെ വലിയ ശക്തമായ ഒരു സമരം, ആ സമരവുമായി മുന്നോട്ട് പോകുക തന്നെയാണ് വൈദികർ എല്ലാവരും തന്നെ. ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളൊരു നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നതും. ഒപ്പം തന്നെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടക്കാലത്തേക്ക് ചില ആശ്വാസങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സമര നടപടികളൊന്നും തന്നെ വേണ്ടിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോയിരുന്നു. പക്ഷേ വീണ്ടും പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് വൈദിക സമൂഹം. ഈ കാണുന്നത് പോലെ നൂറുകണക്കിന് വൈദികർ, അതും പല ഇടവകളിലെ ഇത്രയധികം വിശ്വാസികളെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയധികം വിശ്വാസികളുമായി മുന്നോട്ട് പോകുന്ന ആ വൈദിക കൂട്ടമാണ് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നൂറുകണക്കിന് വൈദികർ, ആ വൈദികർ എല്ലാവരും തന്നെ ഇന്ന് 438ഓളം വൈദികരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ളത്. അതിൽ തന്നെ ഒട്ടുമിക്ക വൈദികരും ഇന്ന് ഈ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു സമരം ക്രിസ്മസ് ദിനത്തിൽ ഒരുപക്ഷെ സഭാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. കാരണം തീർച്ചയായും സഭാ അധികാരികൾക്ക്, സഭാ നേതൃത്വത്തിന് ഉറപ്പായും ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ്. സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിലാണിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തെരുവിൽ സമരം നടത്തുന്നത്. ക്രിസ്മസ് ദിനത്തിലാണ് ഈ സമരമെന്ന് ഓർക്കണം. ബിഷപ്പ് ഹൗസിന് മുന്നിൽ നൂറുകണക്കിന് വൈദികരുടെ സമരമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് സഭാ നേതൃത്വത്തിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.